ഒരു പതിറ്റാണ്ടോളം മലയാളികളെ മൊത്തം ചിരിപ്പിച്ച മലയാളികളുടെ സ്വന്തം നടൻ സലീംകുമാർ അന്തരിച്ചു. വളരെയധികം വേദനാജനകമായിട്ടുള്ള വാർത്തയായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ കേട്ടത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സലീംകുമാർ ആശുപത്രിയിലായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിധിയെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്നലെ രാത്രി സലീംകുമാർ അന്തരിക്കുകയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ വെച്ച് നടത്തും. ഇന്ന് രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാവും. മുഖ്യമന്ത്രി പറവൂരിലെത്തി അന്ത്യോപചാരം അർപ്പിക്കും. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛനുറങ്ങാത്ത വീടെന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന് 2005 മികച്ച നടനുള്ള 2ാമത്തെ സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ 2013 മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. കറുത്ത ജൂതൻ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ മികച്ച കഥാകൃത്തിനുള്ള 2016 സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിനും അർഹനായി. 2013 മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അദ്ദേഹം സ്വന്തമാക്കി. ഒരുപാട് ചിത്രങ്ങളുടെ മലയാളികൾക്ക് എന്നും പ്രിയങ്കരനായിട്ട് മാറിയ നടനുള്ള സലീംകുമാർ. ഇന്നും അദ്ദേഹത്തിന്റെ സിനിമ കാണാത്ത ഒരു മലയാളികളും ഇല്ലായിരിക്കും. എന്തൊക്കെയാണ്, മലയാളികളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് കലാകാരന്മാർ വിട പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റിലോട്ട് ഇപ്പോഴത്തെ സലീംകുമാറും എത്തിയിരിക്കുകയാണ്.